ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്ന് ബെന്നി ഗാൻസ് ഉൾപ്പെടെ 3 മന്ത്രിമാർ രാജിവെച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നേരത്തെ വിയോജിപ്പ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ഗസ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാജി. ഈ സമീപനങ്ങൾ ഇസ്രായേലിനെ വൻ തകർച്ചയിലേക്ക് കൊണ്ടുപോകുമെന്നും ബെന്നി ഗാൻസ് കുറ്റപ്പെടുത്തി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ഒമാനും കുവൈറ്റും ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ ദിവസം നുസ്രത്ത് ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 274 പേർ കൊല്ലപ്പെട്ടിരുന്നു. 700-ലധികം ആളുകളാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. യുഎഇയിൽ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. രാത്രി 8:30 വരെയാണ് മുന്നറിയിപ്പുള്ളത്. വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് 4 ദിവസത്തെ അവധി. ജൂൺ 15 മുതൽ 18 വരെയാണ് അവധി. ജൂൺ 19 ബുധനാഴ്ച സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഞായറാഴ്ച വൈകിയത് 5 മണിക്കൂർ. ഉച്ചയ്ക്ക് 12:40 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം വൈകിട്ട് 6 പുറപ്പെട്ടത്. സാങ്കേതിക കാരണം കൊണ്ടാണ് വിമാനം വൈകിയതെന്നാണ് യാത്രക്കാർക്ക് ലഭിച്ച മറുപടി. നിയമലംഘനത്തിന്റെ പേരിൽ സൗദിയിൽ ഒരാഴ്ചക്കിടെ 12,974 വിദേശ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിനാണ് അറസ്റ്റ്. രാജ്യത്തിന്റെ അതിർത്തി ലംഘിക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാലുമാണ് പിഴ. സൗദിയിൽ ചൂട് ശക്തമായി. കിഴക്കൻ പ്രവിശ്യയിൽ താപനില 48 ഡിഗ്രി കടന്നു. റിയാദിലും മക്ക, മദീന നഗരങ്ങളിലും ചൂട് കനത്തു. വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ ഇന്നു മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്യസംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളം വിട്ടു പോകാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു.